കുഞ്ഞുങ്ങളെ, ലാക്സാണ്. ഇന്ന് നമ്മൾ 2025 PSC ചോദിച്ച മാത്സിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ്റെ 3ാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ചോദ്യങ്ങളെല്ലാം എളുപ്പമാണ്, മനസ്സിലാക്കി പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഒരു സംഖ്യയെ ആദ്യം 20% കുറച്ചു, പിന്നീട് 15% കൂട്ടി. അങ്ങനെ ലഭിക്കുന്ന സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ 64 കുറവാണ്. അങ്ങനെങ്കിൽ ആ ഒറിജിനൽ സംഖ്യ ആരാണോ അതിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ യഥാർത്ഥ സംഖ്യയെ 100% എന്നൊന്ന് അസ്യൂം ചെയ്ത് തുടങ്ങാം. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? എന്ത് ചേഞ്ച് ആദ്യം വരുന്നത്? 20% കുറച്ചു. 100%ത്തിൽ നിന്ന് 20% പോയാൽ അത് എത്രയായി മാറി? 80% മാറി. ഓക്കെ, ഇനി എന്ത് ചേഞ്ച് അവിടെ സംഭവിക്കുന്നത്? പിന്നീട് 15% കൂട്ടി. അപ്പോൾ ആദ്യത്തെ ചേഞ്ച് നമ്മൾ നോട്ടീസ് ചെയ്തു. അപ്പോൾ ഇപ്പം അതിൻ്റെ വില 80% മാറി. ഇനിയും പറയുന്നത് വില 15% കൂട്ടിയെന്ന. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? അപ്പം ചിന്തിക്കുക, 80ൻ്റെ 15% എത്രയാണ്? ഞാനിവിടെ ഒന്ന് എഴുതുവാണ്. 80ൻ്റെ 15% കാണാൻ എന്ത് ചെയ്താൽ മതി? 80 × 15/100 ചെയ്താൽ മതി. ഓക്കെ ആണോ? 0 0 ക്യാൻസലാകും. 15 × 8 120. 120 / 10 12 എന്ന് കിട്ടും. 80ൻ്റെ 15% 12 അപ്പോൾ അത്രയും കൂടെ കൂടിയെന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ 80%ൻ്റെ കൂടെ 12 കൂടെ കൂടി. ഇപ്പം വില എത്ര ആയിട്ടുണ്ട്? 92% മാറി. ഈ രണ്ട് ചേഞ്ചസും വന്നു കഴിഞ്ഞപ്പം 100% ഉണ്ടായിരുന്ന എൻ്റെ ഒറിജിനൽ സംഖ്യ ഇപ്പം 92% മാറി. അങ്ങനെങ്കിൽ എൻ്റെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കി, 100 92% മാറിയെങ്കിൽ ഈ രണ്ട് ചേഞ്ചസിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ ഒരു 8% കുറവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും ഒരു 8% കുറവ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത്? ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട് ഒരു 64ൻ്റെ കുറവ് വിലയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു 8%ൻ്റെ കുറവാണ്. ചോദ്യം പറയുന്നു 64ൻ്റെ കുറവാണ്. രണ്ടുപേരെയും കൂടെ അങ്ങ് ബാലൻസ് ചെയ്യരുതോ? അപ്പം നമ്മൾ ഈ പറഞ്ഞ 8%ൻ്റെ വിലയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന 64. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒറിജിനൽ സംഖ്യ കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് എത്ര ഒന്ന് എടുക്കാം? 100% ഒന്ന് എടുക്കാം. ആ 100% എന്ന ഒറിജിനൽ സംഖ്യയുടെ വിലയെ അറിയണ്ടേ? എന്ത് ചെയ്താൽ മതി? അവരെ ഒന്ന് ക്രോസ് ചെയ്താൽ ആൻസർ ആയില്ലേ? 100 × 64 / 8. 64 8 കൂടെ 8 വെച്ച് ക്യാൻസലാവും. 8 × 100. ഇവിടെ ഒറിജിനൽ സംഖ്യ ആരെന്ന് ചോദിച്ചാൽ 800. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? സിമ്പിൾ ഒരു ചോദ്യമായിരുന്നു. അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം, U/V യുടെ റേഷ്യോ 4:7. അതേപോലെ V/W 9:7 എന്നും പറയുന്നുണ്ട്. യുവിൻ്റെ വില 72 ആണെങ്കിൽ ഡബ്ല്യുയുടെ മൂല്യം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ ആണോ? അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് യുവും വിയും ഡബ്ല്യുവും തമ്മിലുള്ള റേഷ്യോ അങ്ങ് കാണാം. വി കാണേണ്ട കാര്യമില്ല, എന്നാലും ഒരു വഴിക്ക് പോലെ അതും കൂടെ അങ്ങ് കണ്ടുപിടിച്ചേക്കാം. U/V എത്ര എന്ന് പറയുന്നു? 4:7 എന്ന് പറയുന്നു. അതിനെ അതേപോലെ എഴുതി നിർത്തി. പിന്നെന്താ പറയുന്നത്? V/W 9:7 എന്ന് പറയുന്നുണ്ട്. അപ്പം വിയുടെ താഴെ 9, ഡബ്ല്യുവിൻ്റെ താഴെ 7. ഓക്കെ ആണോ എൻ്റെ കുഞ്ഞുങ്ങളെ? 2 സ്ലോട്ടുകൾ ഒഴിഞ്ഞ് കിടക്കുന്നു, അതുകൂടി ഫില്ല് ചെയ്യണം. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക. അതിൻ്റെ അടുത്ത് കിടക്കുന്ന സംഖ്യ ആരാണോ അതിനെ അങ്ങ് കോപ്പി ചെയ്തിടുക. അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു 7 അതിനെ ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ടു. അപ്പോൾ ഈ സ്ലോട്ട് എങ്ങനെ ഫില്ല് ചെയ്യും? അതിൻ്റെ അടുത്ത് കിടക്കുന്ന സംഖ്യ നോക്കണം. അത് 9 അതിനെ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ടു 9. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരെ എല്ലാവരെയും കൂടെ അങ്ങ് ഗുണിച്ച് എഴുതിയാൽ മതി. നമുക്ക് റേഷ്യോ കിട്ടും. 9 × 4 36 9 × 7 63 7 × 7 49. ഈ ചോദ്യത്തിൽ പറയുന്ന 3 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 36 63 49 മനസ്സിലായി. ഇനി ചോദ്യത്തിൽ പറയുന്നു യുവിൻ്റെ വില 72. നമ്മളിപ്പം കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. യുവിൻ്റെ റേഷ്യോ എത്ര? 36. അപ്പം നമുക്ക് എഴുതാം 36 എന്ന റേഷ്യോയുടെ വിലയാണ് 72. നമുക്ക് എന്താ അറിയണ്ടേ? ഡബ്ല്യുവിൻ്റെ വില അറിയണം. ഡബ്ല്യുവിൻ്റെ റേഷ്യോ എത്ര? ഡബ്ല്യുവിൻ്റെ റേഷ്യോ 49.
36ൻ്റെ വില 72 49 എന്ന റേഷ്യോയുടെ വില എത്ര എന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി, നമ്മുടെ ആൻസറായി. ഞാനിവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എത്ര എൻ്റെ കുട്ടികളെ വരുന്നത്? 49 ഇൻറ്റു 72 ഡിവൈഡഡ് ബൈ 36. ആരും വെട്ടിപ്പോകും. 36ഉം 72ഉം വെട്ടിക്കളയരുതോ. 36 ഗുണം 2 72. അപ്പം ബാക്കി എന്ത് വന്നു? 49 ഗുണം 2. നമ്മുടെ ആൻസർ 98. ക്ലിയർ ആണോ? അത്രയും. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, 4% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ച ഒരു തുകയ്ക്ക് ലഭിച്ച കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 20 രൂപയാണെങ്കിൽ നിക്ഷേപിച്ച തുക എത്രയെന്നാണ് അറിയേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇക്വേഷൻ എന്താ? പി ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ഡിഫറൻസ് എത്ര എന്ന് ചോദ്യം പറയുന്നു? 20 ഡിഫറൻസ് എന്ന് പറയുന്നു. നിക്ഷേപിച്ച തുകയായ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? പലിശ നിരക്ക് 4% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6ൻ്റെ സ്ഥാനത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്ക്വയർ ഉണ്ട്, മറക്കണ്ട. ഓക്കെ, ഇനി കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രൊസീഡ് ചെയ്യുക. 20 എന്ന് പറയുന്നത് പി ഇൻറ്റു 4/100 സ്ക്വയർ എന്ന് വെച്ചാൽ 4/100 ഇൻറ്റു 4/100. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇവിടെ നമുക്ക് ഈ 4നെയും 100നെയും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ അല്പം കൂടെ എളുപ്പമായില്ലേ? ഈ 4ഉം 100ഉം ഈ 4ഉം 100ഉം ക്യാൻസലായി. 4നെ 100 വെച്ച് വെട്ടിയാൽ അടിയിൽ ആര് വരും? 25 വരും. 4 ഗുണം 25 100. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? അപ്പോൾ ഈ കിട്ടിയ റിസൾട്ടിനെ ഞാനൊന്ന് എഴുതുവാണ്. ഇങ്ങോട്ട് എഴുതിക്കോട്ടെ. അപ്പോൾ 20 എന്ന് പറയുന്നത് പി ഇൻറ്റു 1/25 ഇൻറ്റു 1/25 എന്ന് വെട്ടിക്കഴിഞ്ഞുള്ള സ്റ്റേജ് ഞാൻ എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? പി കാണണം. അപ്പം പി ഒരു സൈഡിലോട്ട് കൊണ്ട് ബാക്കി എല്ലാവരും അപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ റൈറ്റ് സൈഡിൽ താഴെ കിടക്കുന്ന ഈ 2/25 ക്രോസിന് ഇങ്ങോട്ടങ്ങ് ഗുണിച്ച് കയറും അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതി വെക്കാം? 20 ഗുണം 25 ഗുണം 25 എന്ന് പറയുന്നതാണ് റൈറ്റ് സൈഡിൽ. ഇനി ആരേ ഉള്ളൂ? പി ഇൻറ്റു 1 ഇൻറ്റു 1. അതെന്താ? പി തന്നെയാണ്. ഇതങ്ങ് ഗുണിച്ച് എഴുതിയാൽ പോരെ. 20 ഗുണം 25 എത്ര? 500. 500 ഗുണം 25 നമ്മുടെ പി എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിച്ച തുക. 500 ഗുണം 25 എത്ര? 25 ഗുണം 5 125. 2 0 കൂടി ഇട്ടാൽ പോരെ. അപ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുക എത്ര എന്ന് ചോദിച്ചാൽ 12,500 രൂപയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? മുന്നോട്ട് പോയാലോ നമുക്ക്? അടുത്ത ചോദ്യം. എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. ഒരല്പം ടൈറ്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയാണ് SN എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് S40ൻ്റെ വില 1030 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 40 പദങ്ങളുടെ തുകയാണ് 1030. പിന്നെ പറയുന്നു S1257 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12 പദങ്ങളുടെ തുകയാണ് 57. എന്താ കണ്ടുപിടിക്കേണ്ടത്? S30 മൈനസ് S10 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയിൽ നിന്ന് ആദ്യത്തെ 10 പദങ്ങളുടെ തുക അങ്ങ് കുറയ്ക്കാനാണ് ചോദ്യം ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, തുക കാണുന്ന ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. n സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ സമാന്തര ശ്രേണിയിൽ n/2 ഇൻറ്റു, നിങ്ങൾക്കറിയാം, ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ, 2a പ്ലസ് n-1 ഇൻറ്റു d ആണ്. എൻ്റെ കുട്ടികൾക്ക് അറിയാവുന്ന കഥയാണ്. ഇതിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഉള്ളന്നേ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? ആദ്യത്തെ 30 പദങ്ങളുടെ തുകയും ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള ഡിഫറൻസാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷൻ രണ്ടിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 പദങ്ങളുടെ തുക കാണുന്നിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 10 പദങ്ങളുടെ തുക കാണുന്നിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാനങ്ങ് എഴുതിക്കോട്ടെ. n/2, n എന്ന് വെച്ചാൽ 30 അപ്പം 30/2 ഇൻറ്റു 2a, a ഒന്നും നമ്മുടെ കയ്യിലില്ല, 2a പ്ലസ് n-1. 30 1 പോയാൽ എത്ര? 29 d. ഇതാണ് ആദ്യത്തെ 30 പദങ്ങളുടെ തുക കാണുന്ന എക്സ്പ്രഷൻ. ഇനി നിങ്ങൾ പറ, ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുന്ന എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? n/2 ഇൻറ്റു 2a പ്ലസ് n ഇവിടെ 10 അപ്പോൾ 10/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. 10 1 പോയാൽ 9d. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? ഇത്രയും
ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. 30/2, 30നെ 2 കൊണ്ട് ഹരിച്ചാൽ വെട്ടിക്കളയാമല്ലോ. അപ്പം 15 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ 30നെ 2 കൊണ്ട് വെട്ടിയാൽ 15 വരും. ഈ 15 ആയിരിക്കണം ഇങ്ങോട്ട് ഗുണിച്ച് കയറേണ്ടത്. ഗുണിച്ച് കയറ്റിക്കോട്ടെ, ഞാനങ്ങ് ഡയറക്റ്റ് എഴുതിക്കോട്ടെ. 15ൻ്റെ അകത്തോട്ട് ഞാൻ ഗുണിച്ച് കയറ്റുക. 15 ഗുണം 2a എത്രയാണ് എൻ്റെ കുട്ടികളെ? 30a പ്ലസ്. ഇനി 15 29ലേക്ക് ഗുണിച്ച് കയറാൻ പോവാം. 15 ഗുണം 29 എത്ര? 435. ഡി ഉണ്ട്, മറക്കണ്ട. ഇനി മൈനസ് ഒരു ബ്രാക്കറ്റ് ഇട്ടേക്കുക. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. 5 അകത്തോട്ട് ഗുണിച്ച് കയറാൻ പോകുന്നത്. 5 ഗുണം 2a 10a പ്ലസ് 5 ഗുണം 9d 45d. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താലോ? നിങ്ങൾ പറ, ശ്രദ്ധിച്ച് പറ. 30ന്ന് 10a കുറച്ചാൽ എത്ര? 20a. 30ന്ന് 10a കുറച്ചാൽ 20a. ഇനി അടുത്ത സ്റ്റെപ്പ് പറ. 435dന്ന് 45d കുറയ്ക്കണം. 435d കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മൈനസ് അങ്ങ് അകത്തോട്ട് വരുമ്പോൾ ഇവിടെ മൈനസ് ആകും കേട്ടോ. അപ്പം 435dന്ന് 45d കുറച്ചാൽ എത്ര? 390. അപ്പം 390d കിട്ടി. ഇത്രയും ക്ലിയർ ആണോ? ഫലത്തിൽ പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ്റെ വില എന്താണ് എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതുവരെ ഓക്കെ ആണോ? ഈ എക്സ്പ്രഷൻ്റെ വില എന്തെന്ന് കണ്ടുപിടിക്കണം. ഇനി ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓരോരുത്തരെയും ഒന്ന് ചെക്ക് ചെയ്താലോ? ഇനി എന്താ തന്നിരിക്കുന്നത്? ചോദ്യത്തിൽ തന്നിരിക്കുന്നു ആദ്യത്തെ 40 പദങ്ങളുടെ തുക 1030 എന്ന് പറയുന്നുണ്ട് അല്ലേ. ആദ്യത്തെ 40 പദങ്ങളുടെ തുക 1030 എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ സമ്മിൻ്റെ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആ. n എന്ന് പറഞ്ഞ് ഇവിടെ 40. അപ്പം 40/2 ഇൻറ്റു 2a പ്ലസ് n-1. 40ൽ നിന്ന് കുറച്ചാൽ എത്ര? 39. 39d. ഇതാണ് ആദ്യത്തെ 40 പദങ്ങളുടെ സമ്മിൻ്റെ എക്സ്പ്രഷൻ. അത് എത്ര എന്ന് ചോദ്യം നമ്മളോട് പറയുന്നു? 1030 ചോദ്യം നമ്മളോട് പറയുന്നു. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചേ. 2 40 കൂടെ വെട്ടിപ്പോവും, 20 ആവും അല്ലേ. 20 അകത്തോട്ട് അങ്ങ് ഗുണിച്ച് കയറ്റിയാൽ പോരെ. 20 ഗുണം 2a എത്രയാ കുഞ്ഞുങ്ങളെ? 40a പ്ലസ് 20 ഗുണം 39 എത്ര? 780d എന്ന് പറയുന്നത് 1030 തുല്യം. അപ്പം ആദ്യത്തെ 40 പദങ്ങളുടെ എക്സ്പ്രഷനാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. 40a പ്ലസ് 780d. അത് 1030 തുല്യമെന്ന് ചോദ്യം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് ഈ എക്സ്പ്രഷനെ മുഴുവൻ 2 കൊണ്ടൊന്ന് ഹരിക്കാനാണ്. ഇപ്പം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ എക്സ്പ്രഷനെ, ആദ്യത്തെ 40 പദങ്ങളുടെ തുകയ്ക്കുള്ള എക്സ്പ്രഷനെ 2 കൊണ്ടൊന്ന് ഹരിക്കാനാണ് പറയുന്നത്. ഒന്ന് ചുമ്മാ ഹരിച്ചു നോക്കി. 40യെ 2 കൊണ്ട് ഹരിച്ചാൽ 20a. 780dയെ 2 കൊണ്ട് ഹരിച്ചാൽ 390d. 1030നെ 2 കൊണ്ട് 1000നെ 2 കൊണ്ട് ഹരിച്ചാൽ 500. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15. അപ്പോൾ 515 എന്ന് വന്നു. ഓക്കെ ആണോ? ഇനി 2 കൊണ്ടൊന്നും ഹരിക്കാൻ പറ്റത്തില്ല, അവിടെ നിൽക്കട്ടെ. ഇത്രയും ഓക്കെ ആണോ? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്താ കണ്ടുപിടിക്കേണ്ടത്? 20 പ്ലസ് 390d. അതല്ലേ ഏതേണ്ടി ഇവിടെ വന്നിരിക്കുന്നതാ. അപ്പോൾ 20 പ്ലസ് 390ഡിയുടെ വില എത്രയാ? 515. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയിൽ നിന്ന് ആദ്യത്തെ 10 പദങ്ങളുടെ തുക കുറച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ 515 എന്നൊരു ആൻസർ കിട്ടും. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ ആണോ? ഒരല്പം ലെങ്തിയാണ്, എന്നാലും ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. സമ്മിൻ്റെ ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചോദ്യം, നല്ല ഡെപ്തിലേക്ക് ആ ചോദ്യം പോയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാ ഇവനെ തന്നിരിക്കുന്നത്? ചുമ്മാ തന്നിരിക്കുവാന്നേ. നമുക്ക് ചുമ്മാ എക്സ്പ്രഷനൊക്കെ എഴുതി ഉണ്ടാക്കി സമയം കളയാൻ വേണ്ടി തന്നിരിക്കുക. അവൻ്റെ ആവശ്യമൊന്നും നമുക്ക് വന്നില്ല അല്ലേ. അല്ലാതെ തന്നെ നമ്മൾ ആൻസർ എടുത്തു. അപ്പോൾ ഈ ഒരൊറ്റ ഒരാളെ മതി നമുക്ക് വേണ്ട ആളെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെയാണ് എൻ്റെ കുട്ടികൾ? ഞാൻ മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. 2 ഗോളങ്ങളുടെ വ്യാപ്തം 64:27 എന്ന റേഷ്യോയിലാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഗോളങ്ങളുടെ വോളിയം കാണുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് 4/3 πr³ ആണെന്ന് എൻ്റെ കുട്ടികൾക്കറിയാം. എന്ന് പറഞ്ഞാൽ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നത് r³ 4/3 π കോൺസ്റ്റൻ്റാണ്.
അപ്പം വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്ന ആർ ക്യൂബിനെയാണ്. അപ്പം വോളിയത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, 2 പേരുണ്ട്, അതുകൊണ്ട് V1:V2 എന്ന് എഴുതാം. അത് എത്രയാണ്? 64:27. അപ്പോൾ ഈ 64:27 ആർ ക്യൂബിൻ്റെ വിലയാണ്. അങ്ങനെ പറഞ്ഞാലും ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് പറയാം, റേഡിയസിൻ്റെ റേഷ്യോ എത്രയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ക്യൂബ് റൂട്ട് അങ്ങ് എടുത്താൽ പോരെ. R1 ക്യൂബും R2 ക്യൂബും 64:27 ആണെങ്കിൽ R1ഉം R2 എത്രയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് 64. ക്യൂബ് റൂട്ട് എത്ര? 4. ഏത് സംഖ്യ 3 തവണ ഗുണിക്കുമ്പോഴേ 64 കിട്ടുന്നേ? ഏത് സംഖ്യ 3 തവണ ഗുണിക്കുമ്പോഴേ 27 കിട്ടുന്നേ? 3. അപ്പം 4:3 റേഡിയസുകൾ തമ്മിലുള്ള അംശബന്ധമെന്ന് മനസ്സിലായി. ഇനിയും ചോദ്യത്തിൽ പറയുന്നുണ്ട് ആരങ്ങളുടെ ആകെത്തുകയുടെ വില തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം, ആരങ്ങളുടെ റേഷ്യോയുടെ സമ്മത്ര. ആദ്യത്തെ ആളുടെ ആരത്തിൻ്റെ റേഷ്യോ 4, രണ്ടാമത്തെ ആളുടെ ആരത്തിൻ്റെ റേഷ്യോ 3. 4 3 കൂടെ കൂട്ടിയാൽ 7 റേഷ്യോ. 7 എന്ന റേഷ്യോ ആർക്ക് തുല്യം? 7 തുല്യം. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടുന്ന് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ആളുടെ റേഡിയസ് എത്ര എന്ന് ചോദിച്ചാൽ 4, രണ്ടാമത്തെ ആളുടെ റേഡിയസ് എത്ര എന്ന് ചോദിച്ചാൽ 3. റേഷ്യോ തന്നെയാണ് വിലയായിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ആരങ്ങളുടെ ആകെത്തുക 7 എന്ന് പറയുന്നു. റേഷ്യോയുടെ ടോട്ടൽ നോക്കുമ്പോഴും എനിക്ക് 7 കിട്ടുന്നത്. 7 എന്ന റേഷ്യോയുടെ വില 7 എന്ന് പറഞ്ഞാൽ ആ റേഷ്യോ തന്നെയാണ് വില. അപ്പോൾ നമുക്ക് ഫലത്തിൽ R1ഉം R2ഉം കിട്ടി എന്ന് മനസ്സിലാക്കുക എൻ്റെ കുട്ടികൾ. ഇനി എന്താ കാണണ്ടേ? അവരുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള ഡിഫറൻസാ കാണണ്ടേ. ആദ്യത്തവൻ്റെ സർഫസ് ഏരിയയും രണ്ടാമത്തവൻ്റെ സർഫസ് ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ഗോളത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ പറയാം എൻ്റെ കുട്ടികൾ. ഇക്വേഷൻ എന്താ? 4πr². ആദ്യത്തവനെ ഞാൻ R1 എന്ന് അവൻ്റെ ആര് കൊടുക്കുന്നു. അപ്പോൾ 4πr1² മൈനസ് 4πr2². രണ്ടിടത്തും കോമൺ ആയിട്ട് 4π ഉണ്ട്, അവനെ ഇങ്ങ് മാറ്റിയേക്കാമല്ലോ. അപ്പോൾ 4πr1² മൈനസ് R2² എന്നൊന്ന് സിംപ്ലിഫൈഡ് മാനറിൽ എഴുതാം. R1ഉം R2 എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ എൻ്റെ കുട്ടികളെ. 4 × പൈക്ക് എന്ത് വില കൊടുക്കാം? 22/7 എന്ന് വില കൊടുക്കാം. ഇനി ഞാൻ R1 എത്രയാ വേണ്ട നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ആദ്യത്തെ ആളുടെ റേഡിയസ് 4, 4ൻ്റെ സ്ക്വയർ 16 മൈനസ്. ഇനി രണ്ടാമത്തവൻ്റെ റേഡിയസ് എത്ര? വേണ്ട 3 എന്ന് കണ്ടുപിടിച്ച് വെച്ചു. അതിൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ എത്ര? 9. ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു. 4 × 22/7 × 16 9 കുറച്ചാൽ എത്ര? 7. ആ 7ഉം താഴെ കിടക്കുന്ന 7ഉം ക്യാൻസലായി പോകും. ബാക്കി എന്ത് വന്നു? 4 × 22. നമ്മുടെ ആൻസർ 88. അതാണ് അവരുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എൻ്റെ കുട്ടികൾക്ക്? മുന്നോട്ട് പോകാം നമുക്ക്. അടുത്ത ചോദ്യം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ട്. A ആണ് ഒരു വശം A+D ആണ്, ഒരു വശം A+2D ആണ്. ഈ ഫോർമാറ്റ് ജിയോമെട്രിയിലല്ലല്ലോ, നമ്മൾ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതെന്താ എൻ്റെ കുട്ടികളെ? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എയും പൊതുവ്യത്യാസം ഡിയുമാണെങ്കിൽ അതിൻ്റെ അടുത്ത പദം A+Dയും അതിൻ്റെ അടുത്ത പദം A+2Dയും അതിൻ്റെ അടുത്ത പദം A+3D എന്നും എഴുതി പോകാം. അപ്പോൾ ഈ കിടക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കിട്ടി. ഇനി നിങ്ങൾ അറിയേണ്ട കഥ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ സമാന്തര ശ്രേണിയിലാണെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ ഉറപ്പായിട്ടും ആ വശങ്ങൾ 3:4:5 എന്ന അംശബന്ധത്തിലായിരിക്കും. ഒരിക്കൽ കൂടി പറഞ്ഞേ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ സമാന്തര ശ്രേണിയിലാണെങ്കിൽ അവയെല്ലായ്പ്പോഴും 3:4:5 എന്ന അംശബന്ധത്തിലായിരിക്കും. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? ആ ഒരു ലോജിക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ചെറിയ വശം 3 തൊട്ടടുത്ത വശത്തിൻ്റെ റേഷ്യോ 4 ഏറ്റവും വലിയ വശത്തിൻ്റെ റേഷ്യോ 5 അസ്യൂം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് എഴുതാം എയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ 3. അപ്പോൾ A+Dയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം 4. A 3 കിട്ടിയിട്ടുണ്ടല്ലോ, അതിനെ എടുത്ത് ഈ എയുടെ സ്ഥാനത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഞാൻ 3 ഇട്ട് കൊടുത്തു. 3A+D ആണ് 4 എന്നാണ് പറയുന്നത്. അപ്പം D എത്രയാണ് എൻ്റെ കുട്ടികളെ? 4 - 3. ഡിയുടെ വിലയും കിട്ടി 1. അപ്പം നമുക്ക് വേണ്ട രണ്ടുപേരെയും കിട്ടി. എയുടെ വില 3 ആണ്, ഡിയുടെ വില 1 ആണ്. എന്താ കാണണ്ടേ?
A/D എത്ര എന്ന് കാണണം. എയുടെ വില 3, ഡിയുടെ വില 1. നമുക്ക് വേണ്ട റേഷ്യോ 3:1. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? മുന്നോട്ട് പോയാലോ? അടുത്ത ചോദ്യം. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. കുപ്പി, ബോട്ടിൽ ഞാൻ B എന്ന് എടുത്തോട്ടെ, വെള്ളം വാട്ടർ W എന്ന് എടുക്കുക. അപ്പോൾ ഇവന്മാരുടെ രണ്ടുപേരുടെയും കൂടെ വില ചേരുന്നതാണ് വാട്ടർ ബോട്ടിലിൻ്റെ ടോട്ടൽ വിലയായ 15. കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഒന്നിച്ച് ചേരുമ്പോഴാണ് 15 രൂപ നമ്മൾ കൊടുക്കേണ്ടത്. ഇനി എന്താ പറയുന്നത്? വെള്ളത്തിന്, വാട്ടറിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. കുപ്പിയെ ബോട്ടിൽ B എന്ന് എടുത്തു, അപ്പം ബിയേക്കാൾ 12 രൂപ കൂടുതലാണ്. ഒന്നും കൂടെ ആ പോയിന്റ് ഉറപ്പിച്ച്, വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പം W എന്ന് പറയുന്നത് ബിയേക്കാൾ 12 കൂടുതലാണ്. ഇനി എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത് ഈ ഡബ്ല്യുവിനെ എടുത്ത് ഇങ്ങോട്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. W ആരെന്ന് മനസ്സിലായി, B+12. അപ്പം B+12 എന്ന വില ഇങ്ങോട്ടങ്ങ് ഇട്ട് കൊടുത്താലോ? ശരി, പറ. അപ്പം B ഇവിടെ ഓൾറെഡി ഒരു B ഉണ്ട്. ഇനി ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ കൊണ്ടുവരിക. ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് B+12 ഇട്ട് കൊടുത്തു. അതാണ് 15 തുല്യം. ബിയും കൂടെ 2B. 2B+12 എന്ന് പറയുന്നതാണ് 15. അപ്പോൾ 2B എത്രയാണെന്ന് ചോദിച്ചാൽ 15 - 12 3 എന്ന് കിട്ടും. അത് ആരുടെ വിലയാ? 2Bയുടെ വില. അപ്പോൾ 1B എത്ര എന്ന് ചോദിച്ചാൽ 3/2 1.5 1 രൂപ 50 പൈസയാണ് B എന്ന് വെച്ചാൽ ബോട്ടിലിൻ്റെ വില, കുപ്പിയുടെ വില. അത് തന്നെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഈ ചോദ്യത്തിൽ പറയുന്ന കുപ്പിയുടെ വില 1 രൂപ 50 പൈസ. ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. 2 സംഖ്യകളുണ്ട്, ഒരാളെ X എന്നും ഒരാളെ Y എന്നും എടുക്കാം അല്ലേ? ആരെയും അറിയത്തില്ല, അപ്പം അങ്ങനെ എടുത്തേ പറ്റൂ. ഓക്കെ, X എന്ന് പറയുന്ന സംഖ്യ എന്താ പറയുന്നേ? മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്. Y എന്ന് എടുക്കാം മറ്റേ സംഖ്യയില്ലേ, Yയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ഒന്നും കൂടെ ഉറപ്പിച്ചേ. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ഇതാണ് ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന കഥ. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ പറയുന്നത്? ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. അപ്പം വലിയ സംഖ്യയായ X എന്ന് പറയുന്നത് ചെറിയ സംഖ്യയായ Yയുടെ 4 മടങ്ങെന്നാണ് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്ന പോയിന്റ്. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? നമുക്ക് ചെറിയ സംഖ്യ കണ്ടുപിടിക്കേണ്ടേ. ഓക്കെ, ചെറിയ സംഖ്യ കണ്ടുപിടിക്കേണ്ട, Y കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്നത് Xൻ്റെ വില എന്തായാലും കിട്ടിയല്ലോ. അവനെ എടുത്തുകൊണ്ട് വന്ന് ഈ Xൻ്റെ സ്ഥാനത്ത് അങ്ങ് ഇട്ട് കൊടുത്താലോ? X 4Y ആണെന്നറിയാം. അപ്പോൾ ഈ Xൻ്റെ സ്ഥാനത്തോട്ട് 4Y അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ ഈ ക്വസ്റ്റനെ ഞാൻ റീറൈറ്റ് ചെയ്യുവാണ്. 4Y എന്ന് പറയുന്നത് 3Y + 2 ആണ്. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. 4Y - 3Y എന്ന് പറയുന്ന 2. 4Y എന്ന് 3Y പോയാൽ 1Y എന്ന് വെച്ചാൽ Yയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ 2. ചെറിയ സംഖ്യ എത്ര എന്നാണ് അറിയണ്ടേ? അത് Y ആയിരുന്നു. Yയുടെ വില 2. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വലിയ സംഖ്യ ചോദിച്ചിരുന്നെങ്കിലോ? നമുക്കറിയാം X = 4Y ആണ്. Y അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 × 2. വലിയ സംഖ്യ ചോദിച്ചിരുന്നെങ്കിൽ അത് 8 ആണ്. ചെറിയ സംഖ്യ ചോദിച്ചിട്ടുള്ളൂ 2. നമ്മുടെ ആൻസർ. എൻ്റെ കുട്ടികൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. 18 ജോലിക്കാർക്ക് ഒരു മതിൽ പണിയാൻ 52 മണിക്കൂർ വേണം. ഇതാണ് ആദ്യത്തെ കഥ. അപ്പം ഞാൻ ചോദിക്കട്ടെ, M ആളുകൾ D ദിവസം കൊണ്ട് ഒരു ജോലി തീർത്താൽ ടോട്ടൽ വർക്ക് കാണാൻ ആൾക്കാരുടെ എണ്ണത്തിന് ദിവസം കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരിക്കൽ കൂടി, M ആളുകൾ D ദിവസമോ D മണിക്കൂറോ കൊണ്ടൊരു ജോലി തീർത്തെങ്കിൽ ടോട്ടൽ വർക്ക് കാണാൻ M × D ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസിൽ ടോട്ടൽ വർക്ക് ഒന്ന് കണ്ടുപിടിച്ച്. 18 ജോലിക്കാർ 52 മണിക്കൂർ കൊണ്ട് ഒരു ജോലി തീർത്തു എന്ന് വെച്ചാൽ അവിടുത്തെ ടോട്ടൽ വർക്ക് 18 × 52. ഇനി എന്താ കഥ പറയുന്നേ? ഇതേ ജോലി അതേ ടോട്ടൽ വർക്ക് 36 മണിക്കൂർ കൊണ്ട് തീർക്കണം. അപ്പോൾ അതിന് എത്ര ആൾക്കാർ വേണമെന്ന് നോക്കാം. ആൾക്കാരുടെ എണ്ണത്തിന് ഞാൻ തൽക്കാലം M എന്ന് എടുക്കുക. M × സമയമാണ് ടോട്ടൽ വർക്ക്. ആൾക്കാരുടെ എണ്ണത്തിന് ദിവസം കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ വർക്ക് കിട്ടും. ഇനി ഇക്വേഷനായിട്ട് പഠിച്ചു വെച്ചാൽ M1 D1 = M2 D2. അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം സെക്കൻഡ് സ്റ്റേജ് 36 മണിക്കൂർ കൊണ്ട് ആ ജോലി തീരണമെങ്കിൽ എത്ര ജോലിക്കാർ വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ എമ്മിൻ്റെ വില കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? 18 × 52 ÷ 36.
ആരും വെട്ടിപ്പോവും. 18നെ 2നെ അങ്ങ് വെട്ടിക്കളയരുതോ, 18ന് 36നെ 2 വെച്ച് അങ്ങ് വെട്ടിക്കളയരുതോ. 18 ഗുണം 2 36. ബാക്കി എന്ത് വന്നു? 52/2. അപ്പോൾ നമുക്ക് മനസ്സിലായി 26 ജോലിക്കാർ വേണം. ഓക്കെ ആണോ? എത്ര ജോലിക്കാർ വേണമെന്നായിരുന്നെങ്കിൽ ശരി, 26 നമ്മുടെ ആൻസർ. എന്താ എൻ്റെ കുഞ്ഞുങ്ങളെ ചോദിച്ചിരിക്കുന്നേ? ഒരു വാക്ക് നമ്മളെ തെറ്റിക്കാനായിട്ട് കിടക്കുന്നല്ലോ. എത്ര ജോലിക്കാർ അധികം വേണമെന്നാ ചോദിച്ചിരിക്കുന്നത്. ആദ്യം എത്ര പേരുണ്ടായിരുന്നു? 18 പേര്. ആ ജോലി 36 മണിക്കൂർ കൊണ്ട് തീരണമെങ്കിൽ എത്ര പേര് വേണം? 26 പേരുണ്ടെങ്കിൽ ആ ജോലി 36 മണിക്കൂർ കൊണ്ട് തീരത്തുള്ളൂ. അപ്പോൾ എത്ര പേരെ എക്സ്ട്രാ നമ്മൾ എംപ്ലോയ് ചെയ്യണമെന്ന് ചോദിച്ചാൽ 8 പേരെ എക്സ്ട്രാ അവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ആ ജോലി 36 മണിക്കൂർ കൊണ്ട് തീരത്തുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ആണോ എൻ്റെ കുഞ്ഞുങ്ങൾ? അടുത്ത പറയാം നമുക്ക്. അടുത്ത ചോദ്യം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ 18 സെക്കൻഡ് കൊണ്ട് ട്രാക്കിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു മരത്തിനെ കടന്നു പോകുന്നെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര എന്നാ ചോദ്യം. ഒരു മരത്തിനെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കടന്നു പോകുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ട്രെയിനിൻ്റെ നീളമാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫലത്തിൽ ഇവിടെ കാണേണ്ടത് ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാ? 54 km/h വേഗതയെന്ന് അറിയാം. പിന്നെ പറയുന്നു 18 സെക്കൻഡ് സമയം കൊണ്ടാണ് മറികടന്നതെന്ന് പറയുന്നു. സമയമുണ്ട് 18 സെക്കൻഡ്. എന്താ എൻ്റെ കുഞ്ഞുങ്ങളെ കാണണ്ടേ? ട്രെയിനിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാൻ. ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. സ്പീഡും ഉണ്ട് ടൈമും ഉണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. സമയം തന്നിരിക്കുന്നത് സെക്കൻഡിൽ, സ്പീഡ് തന്നിരിക്കുന്നത് മണിക്കൂറിൽ. ഡയറക്റ്റ് ഗുണിക്കാൻ പറ്റത്തില്ല. സ്പീഡിനെ കൂടി സെക്കൻഡിൽ സ്പെസിഫൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ km/h കിടക്കുന്ന ഈ വേഗതയെ m/s കൊണ്ടുവരണം. അതിനെന്താ ഞാൻ ചെയ്യണ്ടേ? ഷോർട്ട് കട്ട് നിങ്ങൾക്കറിയാം. 5/18 കൊണ്ട് ഗുണിച്ചാൽ പോരെ, അതങ്ങ് m/s ആകത്തില്ലേ? ഇനി ആരും വെട്ടിപ്പോവും. 18നെ 54നെയും വെട്ടിക്കളയരുതോ. 18 ഗുണം 3 അല്ലേ 54. അപ്പോൾ എത്ര വരുന്നത്? 15 m/s എന്ന് കിട്ടും. ഇപ്പം പ്രശ്നം തീർന്നല്ലോ. സ്പീഡ് സ്പെസിഫൈ ചെയ്യുന്നത് സെക്കൻഡിലാണ്, സമയം സെക്കൻഡിലാണ്. ഇനി ഇങ്ങോട്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ ഡിസ്റ്റൻസ് കാണാൻ. സ്പീഡായ 15 m/s സമയമായ 18 സെക്കൻഡ് കൊണ്ട് ഗുണിക്കുന്നു. 15 ഗുണം 18 270 മീറ്ററാണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 270 മീറ്ററാണ്. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം ഐഡൻറ്റിറ്റീസ് എന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു 9.5 0.5 എന്നൊക്കെ എടുത്ത് എഴുതാതെ 9.5നെ ഞാൻ എ എന്ന് അസ്യൂം ചെയ്യുന്നു. അതേപോലെ 0.5നെ ഞാൻ ബി എന്നും എഴുതുന്നു. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ അകത്ത് 9.5ൻ്റെ സ്ഥാനത്തല്ല എയും 0.5ൻ്റെ സ്ഥാനത്തല്ല ബിയും ഒന്ന് ഇട്ട് കൊടുത്താൽ എങ്ങനെ എഴുതാം? 9.5 ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എ ക്യൂബ് പ്ലസ് 0.5ൻ്റെ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ. ഇനി 9.5 ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. 9.5 ഇൻറ്റു 9.5 എന്ന് വെച്ചാൽ എ ഇൻറ്റു എ. ആരാത്? A² മൈനസ് ഇതെന്താ കിടക്കുന്നത്? 9.5 ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ എ ഇൻറ്റു ബി ആ. അപ്പോൾ അതെന്തെന്ന് ചോദിച്ചാൽ മൈനസ് AB ആണ്. പ്ലസ് അടുത്തൊന്ന് നോക്ക് നിങ്ങൾ. 0.5 ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ ബി ഇൻറ്റു ബി എന്തെഴുതാം? B² എന്ന് എഴുതാം. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിലോട്ട് ഞാൻ വരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാവുന്നൊരു ഐഡൻറ്റിറ്റി ചോദിക്കുക. ഞാൻ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ എക്സ്പാൻഷൻ എന്നോടൊന്ന് പറഞ്ഞ്. അതിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. A+B ഇൻറ്റു A² മൈനസ് AB പ്ലസ് B² ആണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ ആണോ? ഇതിനെ ഞാൻ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട് അല്ലേ? ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വേണ്ടി ഇയാളെയും കൂടെ കൊണ്ടുവരിക. ഇതിനെയും കൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അവൻ താഴോട്ട് പോകുമല്ലോ. A² മൈനസ് AB പ്ലസ് B². ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? റൈറ്റ് സൈഡിൽ ആര് മാത്രമായി? A+B മാത്രമായി. ഇനി എൻ്റെ കുട്ടികളൊന്ന് നോക്കി. ഈ എഴുതി വെച്ചിരിക്കുന്നത് തന്നെയല്ലേ ഞാൻ ഇപ്പുറത്ത് ബോക്സിൽ എഴുതി വെച്ചിരിക്കുന്നേ. അപ്പോൾ ഈ ബോക്സിൽ കിടക്കുന്ന എക്സ്പ്രഷൻ്റെ വില ആർക്ക് തുല്യമാ? A+Bക്ക് തുല്യമാ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവൻ്റെ വില എന്തെന്ന് കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി?
എ പ്ലസ് ബിയുടെ വില അങ്ങ് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. എ എത്ര എന്ന് അസ്യൂം ചെയ്തു? 9.5നെ ഞാൻ എ എന്നെടുത്തേ. ബി ആരായിരുന്നു? 0.5 ആയിരുന്നു. അപ്പോൾ ആൻസർ എത്ര? 9. ആരെയും കൂടെ കൂട്ടിയാൽ 10. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? എളുപ്പമല്ലേ? ഈ ഐഡൻറ്റിറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. ആ ഐഡൻറ്റിറ്റി മറക്കരുത്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദ്യം വന്നൊരു ഏരിയയാണ്. ഒരിക്കലും മറക്കരുത്. ഒരിക്കൽ കൂടി പറഞ്ഞ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 1 + 3 + 5 up to 99. ഓഡ് നമ്പേഴ്സാ, കാണുമ്പോഴേ അറിയാം ഒറ്റ സംഖ്യകളാ. ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുക കാണുന്ന ഇക്വേഷൻ എന്താ? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ n². ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ കിടക്കുന്നത് എത്ര ഒറ്റ സംഖ്യകളാണ്? ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഇവർ എത്ര ഒറ്റ സംഖ്യകളാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 1 മുതൽ 100 വരെ ഉള്ള ഒറ്റ സംഖ്യകളാണ് കിടക്കുന്നത്. 100 ഞാൻ റൗണ്ട് ചെയ്ത് എടുത്തതേ ഉള്ളൂ. 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകൾ ആരൊക്കെയാണോ അവരാണ് ഈ കിടക്കുന്നത് നിങ്ങളുടെ മുന്നിൽ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, 1 മുതൽ 100 വരെ എത്ര ഒറ്റയുണ്ട്, എത്ര ഇരട്ടയുണ്ട്? നേർപകുതി ഒറ്റ സംഖ്യയാണ്, നേർപകുതി ഇരട്ട സംഖ്യയാണ്. അപ്പം നമുക്ക് പറയാം, ആദ്യത്തെ 100 സംഖ്യകളെ കൺസിഡർ ചെയ്താൽ 50 പേര് ഈവൻ നമ്പരാ, 50 പേര് ഓഡ് നമ്പരാ. അപ്പം നമുക്കിവിടെ സമ്മ് കണ്ടുപിടിക്കേണ്ട ആരുടെയാണ് കുഞ്ഞുങ്ങളെ? ഈ പറയുന്ന 50 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മല്ലേ കാണേണ്ടത്. അപ്പോൾ n² എന്ന ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വില എത്ര എന്ന് ചോദിച്ചാൽ ഇവരുടെ എണ്ണമായ 50 ആണ്. 50ൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിച്ച് വെക്കണ്ടേ. എത്രയാണ് ആൻസർ? 2500. തെറ്റിക്കല്ലേ? 99 ഒന്നും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഈ കിടക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളായി കിടക്കുന്നത്. ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ n². അപ്പോൾ 50ൻ്റെ സ്ക്വയർ അങ്ങ് കണ്ടുപിടിച്ച് വെച്ചാൽ പോരെ, ആൻസർ ആയില്ലേ? ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ. ചോദ്യം ഇതാണ്: 33 മീറ്റർ തുണി വിൽക്കുന്നതിലൂടെ ഒരു വ്യാപാരിക്ക് 3 മീറ്റർ തുണിയുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമായ നഷ്ടം വരുന്നു. നഷ്ടശതമാനം കാണണം. ഓക്കെ ആണോ? നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഇക്വേഷനോ ഒരു ഷോർട്ട് കട്ടോ പഠിക്കേണ്ട. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. 1 മീറ്റർ തുണി ഞാൻ 1 രൂപയ്ക്കാണ് വിറ്റതെന്ന് കരുതുക. 1 മീറ്റർ തുണി ഞാൻ 1 രൂപയ്ക്കാണ് വിറ്റത്. എത്ര വിറ്റു? 33 മീറ്റർ വിറ്റു. അപ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടി? 33 രൂപ കിട്ടി. 1 മീറ്ററിന് 1 രൂപയാണ് വിലയെങ്കിൽ 33 മീറ്റർ വിറ്റപ്പോൾ എനിക്ക് 33 രൂപ കിട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചെന്നാണ് ചോദ്യം പറയുന്നത്? 3 മീറ്റർ തുണിയുടെ സെല്ലിംഗ് പ്രൈസ് നഷ്ടമായി. 1 മീറ്ററിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1 രൂപയാണ്. അപ്പോൾ ഈ 3 മീറ്റർ വിറ്റപ്പം എത്ര രൂപ നഷ്ടമായി? 3 രൂപ നഷ്ടമായി. സിമ്പിളി ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഒന്നും കോംപ്ലക്സ് ആക്കണ്ട. അപ്പം 33 രൂപ 33 മീറ്റർ തുണി വിറ്റപ്പോൾ എനിക്ക് കിട്ടി. എന്ത് നഷ്ടം വന്നു എന്ന് ചോദ്യം പറയുന്നുണ്ട്. 3 മീറ്റർ തുണിയുടെ സെല്ലിംഗ് പ്രൈസ് നഷ്ടമായി. 1 മീറ്ററിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1 രൂപയാണ്. അപ്പോൾ ഈ 3 മീറ്ററിന് 3 രൂപ നഷ്ടം. അപ്പോൾ 33 രൂപ കിട്ടിയപ്പം 3 രൂപ നഷ്ടമായി. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വില എത്രയുണ്ട് കുഞ്ഞുങ്ങളെ? 36 രൂപയല്ലേ? ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. 36 രൂപയുടെ സാധനമാണല്ലോ 3 രൂപ നഷ്ടത്തിൽ 33ന് വിറ്റിരിക്കുന്നത്. ക്ലിയർ ആയോ? 36 രൂപയുടെ സാധനമാണ് 3 രൂപ നഷ്ടത്തിൽ 33 രൂപയ്ക്ക് കൊണ്ടുപോയി വിറ്റിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ പ്രൈസ് 36 വിറ്റപ്പം 33 കിട്ടിയുള്ളൂ, 3 രൂപ നഷ്ടമായി. എന്താ കണ്ടുപിടിക്കണ്ടേ? നഷ്ടത്തിൻ്റെ ശതമാനം. 3 എന്ന് പറയുന്ന നഷ്ടം യഥാർത്ഥ വിലയുടെ എത്ര ശതമാനം? യഥാർത്ഥ വില എത്ര? 36 അതിൻ്റെ യഥാർത്ഥ വില. അങ്ങനെയാണ് 3 നഷ്ടപ്പെടുത്തി 33 കിട്ടിയത്. അപ്പം 3 എന്ന് പറയുന്ന നഷ്ടം 36 എന്ന യഥാർത്ഥ വിലയുടെ എത്ര ശതമാനം എന്ന് കണ്ടാൽ മതി. 3 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 100. എങ്ങനെയാണ് വെട്ടിപ്പോകുന്ന പറഞ്ഞേ? 3നെ 36നെ അങ്ങ് വെട്ടിക്കളയരുതോ? 3 ഗുണം 12 36. അപ്പം ബാക്കി എന്ത് വന്നു? ഇവിടെ ഒരു 100 ഉണ്ട്, അടിയിലൊരു 12 ഉണ്ട്. ഒന്നും കൂടെ വെട്ടി ചെറുതാക്കാലോ. 4 വെച്ച് അങ്ങ് വെട്ടിയേക്കട്ടെ. 100ന് 4 വെച്ച് വെട്ടിയാൽ 25, 12ന് 4 വെച്ച് വെട്ടിയാൽ 3. 25/3. പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയാൽ ആൻസറായി നമ്മുടെ 8 ഗുണം 3 24, ശിഷ്ടം 1.
അപ്പോൾ ഇവിടെ എത്ര നഷ്ടം അയാൾക്ക് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 8.1/3% നഷ്ടമാണ്, ലോസാണ് അയാൾക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും? അപ്പം കുറച്ച് ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്തോളൂ. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.